ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം നാളെയിൽ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് ഒന്നും പറയണ്ട, ഒരു പനി പിടിച്ചതാണ്. ആദ്യം എനിക്ക് വന്നു, പിന്നെ 2 മക്കൾക്കും വന്നു. ഒരാഴ്ച കിടപ്പിലായിരുന്നു, തീരെ വയ്യായിരുന്നു. ഒന്ന് എണിക്കാൻ ഒന്നിനും വയ്യ, ഭയങ്കര ക്ഷീണവും വയ്യ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പനി പിടിക്കുന്നത്. പനി വരാറുണ്ട്, പനിയും ജലദോഷവും എല്ലാം വരാറുണ്ട്, പക്ഷേ ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ വന്നിരിക്കുന്നത്. കാരണം വല്ലാത്ത ക്ഷീണം, ഒന്ന് എണിച്ചിരിക്കാൻ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മക്കളുടെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കും, മക്കളെ കുളിപ്പിക്കും, ഫുഡ് കൊടുക്കും, പിന്നെ മിണ്ടാണ്ട് കിടക്കും. കുറച്ച് നേരം ഇങ്ങനെ എണിച്ചിരിക്കുമ്പോഴേക്കും ശരീരം മുഴുവൻ വല്ലാത്തൊരു തളർച്ചയും ക്ഷീണവും. ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല, നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ക്ഷീണം പോലെ. കുറേ ഇളനീരെല്ലാം കുടിച്ചു, പക്ഷേ ഇളനീര് കുടിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ക്ഷീണം ഒന്നും മാറുന്നില്ല. പിന്നെ ട്രിപ്പ് ഇടാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് ട്രിപ്പ് പേടിയായതുകൊണ്ട് പിന്നെ ഞാൻ ട്രിപ്പ് ഇടാൻ പോയിട്ടില്ല. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ മാറുന്നു വിചാരിച്ചു. പിന്നെ വായിക്കുകയാണെങ്കിൽ നല്ല കയ്പ്പായിരുന്നു, എന്ത് കഴിച്ചാലും ഭയങ്കര കയ്പ്പ്, ഒന്നും അറിയില്ല. ചമ്മന്തി അരച്ചാൽ പോലും ചമ്മന്തിക്ക് അടക്കം നല്ല കയ്പ്പായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ എണിച്ച് എന്തെങ്കിലുമൊക്കെ വെക്കും. പിന്നെ അച്ചാർ കൂട്ടിയിട്ട് തന്നെ ഒരാഴ്ചയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരികളൊന്നും വലിയതായിട്ട് വെക്കാൻ തോന്നുന്നില്ല, വയ്യ ഒന്നാമത്. പിന്നെ എനിക്ക് ചില സമയത്ത് സങ്കടം തോന്നുന്നുണ്ടോ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ പോലും ഞാൻ തന്നെ എണിക്കണം. കാരണം മക്കൾ എടുത്തു തരും, മോളൊക്കെ എടുത്തു തരാറുണ്ട്. പക്ഷെ എന്നാലും അവൾക്ക് ഇതുപോലെ ഫുഡ് വെക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ചുടുവെള്ളം വേണമെങ്കിൽ ഞാൻ തന്നെ എണിക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാനും പറ്റിയിട്ടില്ല. ഇടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ട് ജോലികൾ ചെയ്യും, പിന്നെ കിടക്കും. പക്ഷെ കൂടുതൽ നേരം ഇങ്ങനെ എണിച്ചിരുന്നാൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും തോന്നുക. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പനി വരുന്നത്. എനിക്ക് ഇത് നേരത്തെയൊക്കെ പനികൾ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ക്ഷീണം വന്നിട്ടില്ല. ഇത് പിന്നെ പകർച്ചപ്പനിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് വന്നത് കാരണം വീട്ടിലെ മക്കൾക്കും എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എണിച്ചപ്പത്തി ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട്, എന്നാലും അത്രയ്ക്ക് ഓക്കെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെങ്കിലും കുറേ നാളായി വീഡിയോ എല്ലാം ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾ എന്നെ മറന്നാലോ അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വൈകിയെങ്കിലും പതുക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ രാവിലെ വലിയതായിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട്, ഉച്ച കഴിഞ്ഞ് മഴയായതുകൊണ്ട് പകലൊക്കെ നല്ല ഒരു മഴമൂട്ടും ഒരു കാറൊക്കെ മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് മോളിനെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. മഴ പെയ്തത് കാരണം ഈ ഒരു സൈഡ് മുഴുവൻ ഇതുണ്ടല്ലോ, റോട്ടിലെല്ലാം വെള്ളവും പിന്നെ നല്ലൊരു തണുപ്പുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഉച്ച കഴിയാത്ത മുമ്പ് ഇടിയും മഴയും എന്താ അല്ലേ. ഒരു 2 മണി കഴിഞ്ഞാൽ പിന്നെ തോട്ടങ്ങും ഇടിപൊട്ടൽ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് മോളെ ഇതേ കൊണ്ടാക്കി, മോള് പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും മോനും കൂടി വീട്ടിൽ വന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാനിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചോറാണ് എടുത്തത്. കുറേ ദിവസമായി ചോറെല്ലാം കഴിച്ചിട്ട്. ഇന്നലെ വൈകുന്നേരം കേരമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെമ്മീൻ വറുക്കാനുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും ബീൻസും കൂടി ഉപ്പേരിയും വെച്ചതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ പുറത്ത് പോയിട്ട് വരുമ്പോൾ മോനൊരു കാറ് കൊണ്ടുവന്നാണ് കേട്ടോ. കണ്ടപ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നി, ഉള്ളിൽ എന്തൊക്കെയോ ടയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടിറ്റി ബേബി.